ഹായ് എവരിവൺ. അപ്പൊ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാനൊരു ഗെയിമിന്റെ അണിയറ പ്രവർത്തനത്തിലായിരുന്നു. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന വീക്കെൻഡ്സുകളിലായിരുന്നു പലപ്പോഴും ഈ ഗെയിമിന്റെ ബിൽഡിംഗ് നടന്നിരുന്നത്. ഇപ്പോഴും പല വീക്കെൻഡ്സും കിട്ടില്ല, നമുക്ക് ഓഫീസ് തിരക്കും ബാക്കി ഫാമിലി തിരക്കുകൾ കാരണം കൊണ്ട് അത് സമയം കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് കുറച്ച് ഓഫ് ടൈം, പൊതുവെ ഡിസംബറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ടൈം കുറച്ച് കിട്ടും. ഒരു 3-4 ദിവസം കിട്ടുന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരു AI ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് AI ഒക്കെ വെച്ചിട്ട് പണ്ടേ ഗെയിമൊക്കെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ആൻഡ്രോയിഡ് ഗെയിം ഒക്കെ ഇറക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എന്റെ മോൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഒരു ഗെയിം ഒക്കെ ബിൽഡ് ചെയ്തിരുന്നു. പിന്നീട് ഒരു ഗെയിം ബിൽഡ് ചെയ്യാൻ നോക്കിയിരുന്നു ഒരു ടീമിനൊക്കെ വെച്ചിട്ട്, പിന്നെ അത് സമയം കിട്ടാതെ പോയി. അപ്പൊ അതിനുശേഷം AI ഒക്കെ വന്നതോടുകൂടി നമുക്ക് മെയിൻ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ ആർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അതൊക്കെ ഗെയിം ആർട്ടൊക്കെ ആക്ച്വലി AI വെച്ച് ബിൽഡ് ചെയ്യാലോ എന്നൊക്കെയുള്ള തോട്ടിൽ ഹൗ ഫാസ്റ്റ് ഐ ക്യാൻ ഡു ദാറ്റ് എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമുക്കൊരു ജസ്റ്റ് ഒരു പൈലറ്റ് പ്രൊജക്ട് പോലെ ചെയ്താലോ, ഒരു ഗെയിം ആദ്യം തന്നെ ഒരു എക്സ്പെരിമെന്റ് പ്രൊജക്ട് ചെയ്താലോ എന്നുള്ള രീതിയിലാണ് ഈ ഗെയിം ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അത് കുഴപ്പമില്ല. ആ ഗെയിം ഞാനൊരു ടെസ്റ്റ് പ്രൊജക്ട് ചെയ്തിട്ട് പിന്നെ ഒരു മെയിൻ 2D പ്ലാറ്റ്ഫോമർ ഗെയിം ബിൽഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ ഗെയിമിന്റെ ഔട്ട്പുട്ട് കിട്ടിയപ്പോ കുഴപ്പമില്ല, നമുക്കിത് നാട്ടുകാരെ കാണിക്കാൻ പ്രശ്നമില്ല എന്ന് തോന്നിയപ്പോ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ എനിക്കൊരു മലയാളത്തിലൊരു ഗെയിം വേണമെന്നുള്ള പണ്ട് മുതലേ ആഗ്രഹമുള്ളതാണ്. മലയാളത്തിലത്തെ ഡയലോഗ്സ് UI ഒക്കെ ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡിങ് സ്മോൾ വുഡ് എന്ന് പറയുന്ന ഒരു ഗെയിം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് നമുക്ക് +1 or +2 അത് ബേസിക് പ്രോഗ്രാമിംഗ് അറിയുള്ളൂ. അന്നേരം അതിന്റെ സ്ക്രിപ്റ്റ് വളരെ ഈസി സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇംഗ്ലീഷ് ഡയലോഗ്സ് എഡിറ്റ് ചെയ്ത് മലയാളമാക്കിയിട്ട് അന്ന് മലയാളത്തിൽ ഡയലോഗ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പൊ AI ഒക്കെ വന്ന ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഗെയിമില് തന്നെ ഞാൻ ഗെയിമിന്റെ വിഷ്വൽ സ്റ്റൈലൊന്നും പഠിച്ചിട്ടല്ല ചെയ്തത്. അപ്പൊ ഇതിൽ ചിലത് 2D ടോപ്പ് ഡൗൺ ആണ്, ചിലത് ഐസോമെർഫിക് ആണ്. ഈ ടൈംസ് ഒക്കെ തന്നെ ഞാൻ ഈ ഗെയിം ബിൽഡ് ചെയ്യുന്ന സമയത്താണ് പഠിക്കുന്നത്. പിന്നെ ഈ ഫൈറ്റിങ്ങും പലതും ഗെയിം ഡിസൈനും എന്ന് അറിഞ്ഞിട്ടല്ല. ഇപ്പൊ ഇത് ബിൽഡ് ചെയ്താണ് Phaser.js എന്ന് പറയുന്ന ഒരു ഗെയിം എഞ്ചിനാണ്. അപ്പൊ അതെന്താ വെച്ചാൽ നമുക്ക് AI ഒക്കെ ഉപയോഗിച്ച് കോഡ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കുമല്ലോ. അപ്പൊ കോഡിങ്ങും നമുക്ക് AI വഴി കുറച്ച് ഈസി ആക്കാലോ എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചേ. അപ്പൊ ഞാൻ ഈ ഗെയിമിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴും കുറച്ച് പേർക്ക് കളിക്കാൻ കൊടുത്തപ്പോഴും അവർക്ക് ആക്ച്വലി അതിന്റെ ഗെയിം പ്ലേ മനസ്സിലാവുന്നില്ല. കാരണം ഞാനിതൊരു പ്രോപ്പറായി പഠിച്ചിട്ട് ചെയ്തതല്ലാത്തത് കൊണ്ട് കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പൊ പല ഒരാളൊക്കെ എൻ്റെ അടുത്ത് പലർക്ക് അത് ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഗെയിം പ്ലേ എങ്ങനെയാണ്, ഒരു ചെറിയൊരു ഗെയിം, നമ്മുടെ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ കൺട്രോൾസ് എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഗെയിമിന്റെ BGM വോളിയവും SFX വോളിയവും ഞാൻ കുറച്ചു, കാരണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കില്ല. അപ്പൊ നമുക്കിത് മലയാളത്തിലുള്ള ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിവിടെ ലാംഗ്വേജ് ഞാൻ രണ്ടും UI ആയാലും ഡയലോഗും മലയാളമാണ് സെലക്ട് ചെയ്താണ്. മലയാളം ലാംഗ്വേജ് ഫോണ്ട് ഇത്തിരി കുറച്ചിട്ടാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ നൈറ്റൊക്കെ ഞാനൊരു ചെറിയൊരു ക്ലൈമറ്റ് സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നൈറ്റ് ആവും, ഒരു ഫുൾ ഡേ എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ബർത്ത്ഡേസ് ഒക്കെ സേവ് ചെയ്യാം. മൊബൈൽ കൺട്രോൾസ് ഇപ്പൊ ഡിസേബിൾഡ് ആണ്. ഓട്ടോമാറ്റിക്, ഇതൊരു പ്രോഗ്രസീവ് വെബ് ആപ്പ് എന്ന് പറയുന്ന പോലെ ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗെയിം എടുക്കുന്ന സമയത്ത് മൊബൈലിൽ എടുക്കണ വെച്ചാൽ അത് ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വിൻഡോസിലാണ് എടുക്കണ വെച്ചാലും ഇൻസ്റ്റാൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കതൊരു ആപ്പായിട്ടും കളിക്കാൻ പറ്റും. ഐഫോണിൽ വർക്ക് ചെയ്യേണ്ടതാണ്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ നമുക്ക് ഇതില് കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രോൾസ് ആണ്, പ്ലെയർ മൂവ് ചെയ്യണമെങ്കിൽ മുന്നോട്ട്, മുകളിലേക്ക് പോകണമെങ്കിൽ താഴേക്ക് പോകണമെങ്കിൽ. അപ്പൊ എനിക്കത് ആക്ച്വലി 2D പ്ലാറ്റ്ഫോമർ അല്ല, അത് ബിൽഡ് ചെയ്താണ്. ഇത് എല്ലായിടത്തേക്കും മൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഡിങ് സ്മോൾ വുഡിന്റെ ഗെയിമിന്റെ സ്റ്റൈലൊക്കെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള കുറച്ച് 2D ആക്ഷൻ ഗെയിംസിന്റെ സ്റ്റൈൽ, ഇപ്പോ കുറെ ഗെയിമുകള് ഈ സ്റ്റൈലിൽ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് കുറെ ഫേമസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ട് ഈ സ്റ്റൈലിൽ. അങ്ങനെ ഒരു സ്റ്റൈലാണ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ചെറിയ ടോപ്പ് ഡൗൺ ഐസോമെട്രിക് ഇഷ്യൂസ് ഇനി മനസ്സിലാവാത്തതിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്.
അപ്പൊ ഇവിടെ നമുക്ക് ഡിഫൻസ് എന്താണ്, സ്പേസ് എന്താണ്, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന ബട്ടണാണ് ഉപയോഗിക്കണേ. അപ്പോൾ അങ്ങനെ ബട്ടൺസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ സേവ് ചെയ്യാണ്. ഞാനിപ്പോ ലാംഗ്വേജ് ഇംഗ്ലീഷാ കൊടുത്തതെന്നുവെച്ചാല്, സേവ് ചെയ്തതെന്നുവെച്ചാല് നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറും. നമുക്ക് ഇവിടെ തന്നെ കാണാം, ഗെയിം തുടക്കത്തിൽ തന്നെ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് വേണത് എന്തൊക്കെയാണെന്നത് ഓരോ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാനിപ്പോ അത് സ്കിപ്പ് ചെയ്യാണ്. ഞാൻ വീണ്ടും ഓപ്ഷൻസിൽ പോയിട്ട് ലാംഗ്വേജ് മലയാളം ആക്കാണ്. കാരണം ഞാനൊരു മലയാളം ഗെയിം ആയിട്ടാണല്ലോ ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ ഞാൻ ബാക്ക് അടിക്കുന്നു. അപ്പൊ അത് മലയാളത്തിലേക്ക് പോയി. പിന്നെ ഇത് ഒരു ഗെയിം കളിക്കുന്നവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇങ്ങനെ ഒരു വാൾപേപ്പർ ഒക്കെ വെച്ചാണ്. ഇതിൽ 3D ആയിട്ട് കാണുമെങ്കിലും ഗെയിം ആക്ച്വലി 2Dയിലാണ്. അപ്പൊ അതൊക്കെ ഈ ഗെയിമില് വിമർശിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കളി തുടരുക. അപ്പൊ ഇത് ഓക്കെ, അങ്ങനെ ഞാനൊരു ഗെയിം ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ആഡ് ചെയ്യണല്ലോ. അപ്പൊ പെട്ടെന്ന് തോന്നിയതാണ് മലയാളത്തിൽ സിനിമകളുടെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് മിന്നൽ മുരളിയാണ്. അല്ലെങ്കിൽ തന്നെ കാര്യമായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മിന്നൽ മുരളിയാണ്. അപ്പൊ മിന്നൽ മുരളിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിലത്തെ ടൈസൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്താണ്. ഓക്കെ, അപ്പോ അത് അപ്പൊ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താന്ന് പറയുന്നത് വെച്ചാല്, ഈ മിന്നൽ മുരളി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇൻസ്പയർ ആയിട്ടുള്ള ടൈസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സ്വാഭാവികമായിട്ട് ഇടിമിന്നൽ ഇടിച്ചിട്ടുള്ള ഒരു പവർ ഉണ്ട്. വളരെ സ്പീഡിൽ ഓടാൻ പറ്റും. അപ്പൊ അയാൾ ഭയങ്കര സ്പീഡിൽ ഓടുകയും ഒരു മൾട്ടിവേഴ്സ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകം തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത് കുറെ മലയാളം മൂവി റീലുകൾ വഴിയാണ്. അപ്പൊ ഇയാള് പോയി ഭയങ്കര സ്പീഡിൽ ഓടിയിട്ട് ആ റീല് ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ അതിലത്തെ റീൽസ് പല പല ചെതറിയിട്ട് വീഴുന്നു. ഒരൊറ്റ സ്ഥലത്ത് ഒരു കോമൺ വില്ലേജിൽ വീഴുന്നു. അപ്പൊ ആ കോമൺ വില്ലേജില് ഈ പ്ലെയർ, നമ്മുടെ ഹീറോ പോയിട്ട് അതെല്ലാം വീണ്ടും കളക്ട് ചെയ്ത് വീണ്ടും ആ തിരക്കഥ പഴയ ഓർഡറിലാക്കുകയാണെന്നെങ്കിൽ പഴയ ലോകത്തിനെ വീണ്ടെടുക്കാം. അപ്പൊ ഈ ഹീറോയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോകം വീണ്ടും പഴയ പോലെ ആക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ ഇതിന്റെ ഇൻട്രോ വീഡിയോകളിലൊക്കെ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കളി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം വൈഫൈ സ്പീഡ് ഒക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ലോഡ് ആവും. ഓക്കെ, ഞാനിപ്പോ ഇത് ഓൾറെഡി ഉള്ള ഒരു വില്ലേജ് ആയതുകൊണ്ട് പുതിയ ഗെയിം ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കളി തുടരുക എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്ന നേരം പുതിയ ഗെയിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇൻട്രോ വീഡിയോ. അപ്പൊ ഇത് നമ്മളൊരു മലയാളത്തിലെ ഗ്രാമമാണ്. ഇപ്പൊ എന്റെ തലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചക്കംകുളങ്ങര അമ്പലം ആയിട്ടാണ് ഞാനത് കാണിക്കുന്നത്. അവിടെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ടൈസൺ എന്ന് പറയുന്ന ക്യാരക്ടർ, ടൈസന്റെ ഗേൾ ഫ്രണ്ടും, അതായത് രഘു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും, രഘുവിന്റെ ഗേൾ ഫ്രണ്ട് ഷീല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ എന്ത് പറ്റിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ ഹാപ്പി ആയിട്ടും പോവാണ്. ഈ രഘു എന്ന് പറഞ്ഞ ഒരു വേറെ സ്ഥലത്തുനിന്ന് കട തുടങ്ങാൻ വേണ്ടി അന്യ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന പോലെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഷീല എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇഷ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാരും ആ സൊസൈറ്റി ആ ബന്ധത്തിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചത് ടൈസൺ എന്ന് പറയുന്ന ക്യാരക്ടറും ഗേൾ ഫ്രണ്ട് വിജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇതൊക്കെ ആ മിന്നൽ പ്ലോട്ട് ചെയ്ത ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ട് ബിൽഡ് ചെയ്തതാണ്. 2018 നമുക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് കേരളത്തിൽ പ്രളയം വന്ന പോലെ അങ്ങനെ ഒരു പ്രളയത്തിൽ വെച്ചിട്ട് ഇവർക്ക് ഇടിമിന്നലേറ്റ് ഷോക്ക് അടിക്കുകയാണ്. പക്ഷെ ടൈസനെ സംബന്ധിച്ച് അതൊരു വലിയ ഇഷ്യൂ ആയി ലൈഫിൽ മാറിയില്ല. അയാൾക്കൊരു ഒരു കഴിവ് എബിലിറ്റി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഘുവിനെ സംബന്ധിച്ച് ഷീല മരിച്ചു പോവാണ്. അപ്പൊ രഘുവിനെ സംബന്ധിച്ച് ആ ഷീലയെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഭാഗം കാണിക്കുന്നതിന് ഇൻട്രോയിൽ തന്നെ പ്രൊലോഗാണ്. ടൈസണും ബിജി എന്ന് പറയുന്ന ക്യാരക്ടറും അവരുടെ റൊമാൻറ്റിക് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും കാലത്ത് ടൈസൺ എക്സസൈസ് ഒക്കെ ഉണ്ട് വിജിയുടെ വക. വിജി ഒരു കരാട്ടെ ടീച്ചർ കൂടിയാണ്. അപ്പൊ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇവനെ കളിയാക്കാൻ പറയാണ്, എന്റെ സ്കൂട്ടറിന്റെ ഓടിച്ചു വെട്ടിക്കാൻ പറ്റുമോ? അപ്പൊ അവൻ ശരി, ഓടിച്ചു വെട്ടിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഗെയിം പ്ലെയറിനെ കളിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് മൂവ്മെന്റ് സ്പേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയലോഗ്സ് സ്കിപ്പ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. ഗെയിം കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മുകളിലൊരു യെല്ലോ ആരോ വരും. ഇപ്പൊ അതിൽ കാണുന്നത് ടൈസന്റെ നെഫ്യൂ അപ്പു എന്ന് പറയുന്ന ക്യാരക്ടറാണ്.
കൂടെ ഉള്ളത് ആ കുട്ടി ഗെയിമിൽ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന നെഫ്യൂനോട് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്യൂ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസേഴ്സ് പറയും. അപ്പൊ അവൻ എന്ത് സംഭവിക്കുന്നു, വിജിയുടെ കളിയാക്കൽ സഹിക്കാൻ പറ്റാണ്ട് വളരെ സ്പീഡിൽ ഓടുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ സ്പീഡിൽ ഓടുമ്പോ ആക്ച്വലി അവൻ പോയി തട്ടുന്നത് ഒരു റീലുമിയാണ്. നമ്മുടെ ലോകം മൊത്തം ഒരു റീൽ കൊണ്ട് ബിൽഡ് ചെയ്താണെന്ന് വെച്ചാല് ഈ ഫിലിം റീൽസ് എല്ലാം കൂടി കൊളാപ്സ് ആവുക. അപ്പൊ കുറച്ച് വെയിം ഹോൾസ് ഓപ്പൺ ആവും. ആ വെയിം ഹോൾസ് ത്രൂ ആണ് പല പല ലോകങ്ങളിലേക്ക് പോകുന്നത്, മൂവ് ചെയ്യുന്നത്. ഇതിൽ തമ്മിലായ ഇൻട്രോ ആണ്. ഇവിടെ അപ്പു ഇതിലത്തെ എന്താണ് അവസ്ഥ നോക്കണം. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് രഘു എന്ന് പറയുന്ന ആൾ ഇത് തുറന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഷീലനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകം ഒരു കൺട്രോൾ ഇല്ലാതെ പോവും. ഒരു തുടർച്ചയൊന്നും ഉണ്ടാവില്ല. അത് ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അപ്പൊ ഹീറോയുടെ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ലോകത്തിന് തിരികെ കൊണ്ടുവരിക, പഴയ പോലെയൊക്കെ. നമുക്ക് അവിടെ ഏതൊക്കെ ആരോഗ്യസ് ആണ് നോർമലി ഉപയോഗിക്കാറ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതിയായിരിക്കും. ഇതാകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആരോസ് ഉപയോഗിച്ചിട്ട് ഞാൻ മൂവ് ചെയ്തിട്ട് നിൽക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ഗെയിം പ്ലേ വില്ലേജിലേക്ക് എത്താം. ഇതാണ് ആ ഗ്ലിച്ചഡ് വില്ലേജ്. പല പല റീലുകൾ കൊണ്ട് ബിൽഡ് ചെയ്താണ് വില്ലേജ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്ലിച്ചഡ് വില്ലേജ്. ഇപ്പോ ടൈസിനെ സംബന്ധിച്ച് എന്തോ കഴിവുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ ആ കഴിവുകൾ എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്, കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്താണ്. ആസ് യു ഓൾ നോ, പണ്ട് നമ്മള് കുട്ടിക്കാലത്ത് 90s കിഡ്സിന് അറിയാം, മില്ലേനിയൽസിന് അറിയാം, ശക്തിമാനിലൊക്കെ ശക്തിമാന് ശക്തി നഷ്ടപ്പെടുന്നു. പിന്നെ സാധാരണക്കാരനായെങ്കിലും അയാളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഗംഗാധർജിയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അയാൾ ഫൈറ്റ് ചെയ്തിട്ട് വീണ്ടും ആ കഴിവുകൾ തിരിച്ചു കിട്ടുകയും ലോകത്തെ രക്ഷിക്കുകയും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് പതുക്കെ പതുക്കെയാണ് ആ കഴിവുകളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതൊരു ചെറിയ ബഗ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ താഴേക്ക് മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യണ പോലെയൊക്കെ പോയി. അപ്പൊ അതൊക്കെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ സമയം ഇരുന്നിട്ടില്ല. ഇതാണ് ലെവൽ 1ലേക്ക് കടക്കാൻ ചെയ്യുക. ഇപ്പൊ ഇവിടെ പോയി നമുക്ക് അപ്പുവിനോട് സംസാരിക്കാം. അപ്പൊ അപ്പു പറയും എങ്ങനെയാണ് അടുത്തേക്ക്, അല്ലാതെ കടന്നാലേ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ കുറച്ച് മാഗസിന്റെ പേജസ് ഒക്കെ തൂങ്ങിയെടുക്കുന്ന കാണാം, അത് കളക്ട് ചെയ്യാം സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഒരു കരാട്ടെ ഇതുണ്ട്, ചായക്കടയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് കണക്കുണ്ട്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കൊതുകൊക്കെ വരാൻ ചാൻസാ, ടയറൊക്കെ. അപ്പൊ അതൊന്ന് കളക്ട് ചെയ്താൽ നല്ലതാ. പിന്നെ ഈ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ചായക്കടയിൽ, അപ്പൊ ഒരു ചായക്കടയാണ്. ഇതില് ദശമൂലം ദാമുവിന്റെ സഹോദരൻ ദശമൂലം സോമുവാണ് ഇത് നടത്തണേ. പിന്നെ ഇവിടെ റേഡിയോ ഉണ്ട്. ഈ റേഡിയോയിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെക്കാം, ഗെയിമിലെ തന്നെ പാട്ടുകള്. പിന്നെ കണ്ടോ ദശമൂലാരിഷ്ടമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ആയുർവേദ മരുന്നുകളൊക്കെ. അപ്പൊ ഇവിടുന്ന് വേണമെങ്കിൽ ദശമൂലാരിഷ്ടം ഇയാളുടെ കടയിൽ നിന്ന് മേടിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഗെയിമിൽ കിട്ടുന്ന കാര്യങ്ങൾ സെല്ലൊക്കെ ചെയ്യാം. അപ്പൊ നോക്കി കഴിഞ്ഞാൽ ഫിഷിംഗ് റോഡൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾക്ക് മീൻ പിടിക്കാൻ ഇതൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പൊ കയ്യിൽ കണ്ടറിയാം ഇയാളുടെ ആകെ 10 പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. എന്നിട്ട് ഇയാള് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആടൊരു ഭീകരജീവിയാണെന്നുള്ള വിനായകന്റെ ക്യാരക്ടർ, അയാൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇയാളെ നമുക്ക് പറയാൻ നോട്ട് നിരോധിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകനാകെ ഇമോഷണൽ ആവും. എന്നിട്ട് അല്ലെങ്കിൽ വാർത്ത വേണ്ട, നമുക്ക് ഇയാളെ പൊറോട്ട ഹെൽപ്പ് ചെയ്യുന്ന അയാൾ പൊറോട്ട ഉണ്ടാക്കുന്ന എന്ത് കഴിഞ്ഞാണ്ട മിസ്റ്റർ ഡ്യൂഡിന്റെ പിക്ചറാണ് ഇതിൽ കാണിക്കുന്നത്. ഡാൽമോൺ മകൻ, ദാൽമോൺ ഇടക്കൊച്ചി, അതാണ് ഡ്യൂഡ്. ഇതിലത്തെ ഡ്യൂഡ്, മറ്റേ ഡ്യൂഡല്ല. അപ്പൊ ഇയാള് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇയാളെ സഹായിച്ചിട്ട് പൊറോട്ട കരിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. പൊറോട്ട കരിഞ്ഞില്ലെങ്കിൽ ഒരു പൈസ 10 രൂപ കിട്ടി. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പൊ ഞാൻ പുറത്ത് പോവാണ്. അപ്പൊ ഒരു ഒച്ച ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരള ആയതുകൊണ്ട് ഈ ആഫ്രിക്ക ഒച്ചിന്റെ ഒക്കെ ശല്യം ഭയങ്കര. അപ്പൊ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടും. അതും പൈസ, ഗോൾഡ് കോയിൻ അല്ല പൈസ എന്നുള്ള രീതിയിലാണ്. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പറക്കും തെളിക ബസ് ഉണ്ട്, വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാം. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ പറീതച്ച എന്ന് പറയുന്നത് മറ്റേ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പൊ അയാൾ പൈസ വെച്ച് കളിക്കാനാണ്. അപ്പൊ അയാളായിട്ട് ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെ
ഇതേപോലെ നമുക്കൊന്ന് ഫസ്റ്റ് ലെവലൊന്ന് ജസ്റ്റ് കടന്നു നോക്കാം. ഫസ്റ്റ് ലെവൽ കളിക്കുന്നു. ഇവിടെയും ഈ പറഞ്ഞ ഒച്ചും പുഴുവൊക്കെ ഉണ്ട്. അല്ലാതെ ഗെയിം ഓവറായി. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഫൈറ്റ് ചെയ്യാനേ അപ്പൊ വീണ്ടും ഗെയിം ഓവറായി. ഞാനിപ്പോ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണില്ല. നമുക്ക് വേഗം തന്നെ ഈ പുഴുവിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ 1 പോയിട്ട് അവിടെ തോൽപ്പിക്കാൻ നിൽക്കണ്ട. അപ്പുവിനോട് ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ഗഫൂർക്ക പോലെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോ അല്ല, എനിക്കപ്പോ ദുബായിലേക്ക് കൊണ്ടുപോകൂ ഗഫൂർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയണ, ദുബായോ, ഇതൊരു ചീഞ്ഞ മീൻ കയറ്റിയ ഒരു ബോട്ടാണ്, ഞാൻ കബീർക്കയാണ്, നീ ഒരുപാട് സിനിമ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവര് തമ്മിലുള്ളത് ആക്ച്വലി ഡയലോഗ്സിന്റെ അതിപ്രസരാന്നൊക്കെ തോന്നാം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും എന്താണ്, സാധനം കയ്യിലുണ്ടോ, അപ്പൊ സാധനം കയ്യിലുണ്ടോ എന്നുള്ളത് എനിക്ക് കോപ്പിറൈറ്റ് കാരണം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സാധനം പോക്കറ്റിലുണ്ട് എന്നുള്ള ഡയലോഗ്സ് ഒക്കെയാണ് ഉപയോഗിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗെയിം നമുക്ക് ആ ലെവൽ വിൻ ചെയ്യാം. പക്ഷെ വിൻ ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് മുന്നിലൊരു വേറൊരു കഥാപാത്രം നമ്മളോട് കടന്നു പോകാൻ സമ്മതിക്കില്ല. ഇതാണ് നമ്മുടെ അശപൂലം സോമു. ചോര കണ്ട അർപ്പം അറിയാനാ ഞാൻ. അങ്ങനത്തെ ആണ്. അപ്പൊ അയാളായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ദശമൂലം, ഞാൻ ദശമൂലം, ജയം കണ്ട് അറപ്പം അറിയാനാ ഞാൻ എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാളായിട്ട് ഫൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഫുള്ള് ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദിസ് ഈസ് ഹൗ യു പ്ലേ. ദെൻ ഇവിടുത്തെ സ്ട്രെങ്ത് ഒക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഇയാളുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇതിലും വേറെ പസിൽസ് ഒക്കെ ഉണ്ട്. പസിൽസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇയാൾ മേടിച്ചിട്ട് എന്തൊക്കെ ഇയാളുടെ കയ്യിൽ ഐറ്റംസ് ഉണ്ട് അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട്, ഇപ്പൊ എനിക്കൊരു ഐറ്റം ഇതിൽ സെലക്ട് ചെയ്യണേ, ഇതിൽ വന്നിട്ട് ഞെക്കിക്കഴിഞ്ഞാൽ അവിടെ വരും. എനിക്ക് അതെടുത്ത് ഉപയോഗിക്കാം. ഇന്ററാക്റ്റീവ് ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ച് ഇന്ററാക്റ്റീവ് ആവും. പിന്നെ ഇതേപോലെ തന്നെ സെറ്റിങ്സ് ഇവിടെ വന്നിട്ടൊക്കെ എനിക്ക് മാറ്റാം. ബേസിക്കലി BGM വോളിയം കൂട്ടി കാണിച്ചു തരാം. എന്നിട്ടിപ്പോ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ് ഓഡിയോ. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ദിസ് ഇസ് ദ ഗെയിം പ്ലേ. അപ്പോ വീണ്ടും കാണാൻ എല്ലാവർക്കും ഞാൻ ഈ ഗെയിമിന്റെ ബീറ്റ വേർഷന്റെ ലിങ്ക് ഇടാം. എല്ലാവരും ഒന്ന് കളിച്ചു നോക്കും. ആക്ച്വലി നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം ഒന്നുമല്ല. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരോട് ഷെയർ വെക്കുള്ളൂ. താങ്ക് യു.